JKR അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. PSCയുടെ സപ്ലിമെന്ററി ലിസ്റ്റ് എന്താണ്? സപ്ലിമെന്ററി ലിസ്റ്റിൽ നമുക്ക് വന്നാൽ പല ഉദ്യോഗാർത്ഥികളും എന്നോട് ചോദിക്കാറുണ്ട്, സാറേ ഞാൻ സപ്ലിമെന്ററി ലിസ്റ്റിലാണ് ഉള്ളത്, സപ്ലിമെന്ററി ലിസ്റ്റിൽ വന്നാൽ എനിക്ക് ജോലിക്ക് ലഭിക്കാനുള്ള സാധ്യതയുണ്ടോ എന്നിങ്ങനെയൊക്കെ ധാരാളം ഉദ്യോഗാർത്ഥികൾ ദിവസേന ചോദിക്കാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇന്നത്തെ ഒരു ക്ലാസ് നിങ്ങൾക്ക് വേണ്ടി അറേഞ്ച് ചെയ്തിട്ടുള്ളത്. നമുക്ക് ആദ്യം സപ്ലിമെന്ററി ലിസ്റ്റ്, മെയിൻ ലിസ്റ്റ്, സപ്ലിമെന്ററി ലിസ്റ്റ് എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. അതായത് നമുക്ക് ഒരു PSC ഒരു തസ്തിക സൃഷ്ടിച്ച് പരീക്ഷ നടത്തി അതിന് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നതിന് മുമ്പായിട്ട് PSCയുടെ യോഗമെല്ലാം കൂടി ഇത്ര പേരുടെ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കണമെന്ന് തീരുമാനിക്കുന്നു. അങ്ങനെ മെയിൻ ലിസ്റ്റിൽ ഇത്ര പേരെ ഉൾപ്പെടുത്തി ലിസ്റ്റ് പ്രസിദ്ധീകരിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുന്നു. അപ്പോൾ ഒരു 500, ഉദാഹരണമായിട്ട് ഒരു 500 പേരുടെ ഒരു ലിസ്റ്റാണ് PSC പ്രസിദ്ധീകരിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചതെങ്കിൽ 500ാമത് കിട്ടുന്ന ഉദ്യോഗാർത്ഥിയുടെ മാർക്കാണ് ആ പരീക്ഷയുടെ കട്ട് ഓഫ് മാർക്കായിട്ട് നമുക്ക് PSC പ്രസിദ്ധീകരിക്കുന്നത്. അപ്പോൾ ഉദാഹരണമായിട്ട് ഒരു 30 മാർക്കാണ് 500ാമത് വരുന്ന ഉദ്യോഗാർത്ഥിയുടെ മാർക്കെങ്കിൽ ആ പരീക്ഷയുടെ കട്ട് ഓഫ് മാർക്ക് 30ആണ്. അങ്ങനെ 30 മാർക്കും അതോടൊപ്പം തന്നെ മുകളിലുള്ള മാർക്കുള്ള ഉദ്യോഗാർത്ഥികളെല്ലാം കൂടെ ഉൾപ്പെടുത്തിയാണ് 500 പേരുടെ ലിസ്റ്റ് PSC പ്രസിദ്ധീകരിക്കുന്നത്. അപ്പോൾ അതാണ് മെയിൻ ലിസ്റ്റ്. അതിനുശേഷം അതിന് തൊട്ട് താഴെയുള്ള മാർക്ക്, അപ്പോൾ 29.8 മാർക്കുള്ള ഒരു സപ്ലിമെന്ററി ലിസ്റ്റ്, റിസർവേഷനുള്ള കമ്മ്യൂണിറ്റിയിലുള്ള ഉദ്യോഗാർത്ഥികളെ ഉൾപ്പെടുത്തി ഒരു സപ്ലിമെന്ററി ലിസ്റ്റ് PSC പ്രസിദ്ധീകരിക്കുന്നുണ്ട്. അതിന്റെ കട്ട് ഓഫ് മാർക്ക് മറ്റേ മെയിൻ ലിസ്റ്റിന്റെ കട്ട് ഓഫ് മാർക്കിന് തൊട്ട് താഴെയായിരിക്കും. അങ്ങനെയാണ് സപ്ലിമെന്ററി ലിസ്റ്റ് ഉള്ളത്. സപ്ലിമെന്ററി ലിസ്റ്റിൽ ഇപ്പോൾ ഉദാഹരണമായിട്ട് ജനറൽ കാറ്റഗറി ഉള്ള ഒരു ഉദ്യോഗാർത്ഥിക്ക് ഈ സപ്ലിമെന്റ് ലിസ്റ്റിലെ കട്ട് ഓഫ് മാർക്ക് ഉണ്ടെങ്കിൽ ആ ഉദ്യോഗാർത്ഥിയെ ഒരു കാരണവശാലും സപ്ലിമെന്റ് ലിസ്റ്റ് ഉൾപ്പെടുത്തിയില്ല. റിസർവേഷൻ ഉള്ള ഉദ്യോഗാർത്ഥികളെ മാത്രം ഉൾപ്പെടുത്തിയാണ് സപ്ലിമെന്ററി ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നത്. അപ്പോൾ അത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും വ്യക്തമായിട്ട് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഈ സപ്ലിമെന്ററി ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുമ്പോൾ നമുക്ക് പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. മെയിൻ ലിസ്റ്റിൽ റിസർവേഷൻ ഉൾപ്പെട്ടിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ ഇല്ലാതെ വന്നാലാണ് സപ്ലിമെന്ററി ലിസ്റ്റിൽ നിന്ന് ഉദ്യോഗാർത്ഥികളെ PSC അഡ്വൈസ് കൊടുത്ത് നിയമനങ്ങൾ നടത്തുന്നത്. ഇപ്പോൾ റൊട്ടേഷൻ സംബന്ധിച്ച് നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഞാൻ റൊട്ടേഷനെ സംബന്ധിച്ച് വിശദമായിട്ടൊരു ക്ലാസ് എടുക്കാം അടുത്ത ദിവസം. അപ്പോൾ നിങ്ങൾ റൊട്ടേഷനെ സംബന്ധിച്ച് ഇപ്പോൾ നമ്മൾ ഉദാഹരണമായിട്ട് ഒരു 100 പേരുടെ ലിസ്റ്റ്, 100 പേരുടെ ഒഴിവാണ് PSC ഉള്ളതെങ്കിൽ 50 എണ്ണം OC എന്ന് പറഞ്ഞാൽ ഓപ്പൺ കോമ്പറ്റീഷനും ബാക്കി 50 എണ്ണം റിസർവേഷനുമായിട്ട് മാറ്റിവെക്കും. അപ്പോൾ ആദ്യത്തെ ഒന്നാമത്തെ നിയമനം ഓപ്പൺ കോമ്പറ്റീഷൻ ആണെങ്കിൽ രണ്ടാമത് വരുന്നത് റിസർവേഷൻ ആയിരിക്കും. അതിനുശേഷം OC ആയിരിക്കും, ഓപ്പൺ കോമ്പറ്റീഷൻ ആയിരിക്കും. നാലാമത് വരുന്നത് റിസർവേഷൻ ആയിരിക്കും. അങ്ങനെയാണ് നിയമനങ്ങൾ റൊട്ടേഷൻ പോകുന്നത്. അപ്പോൾ ഇങ്ങനെ പോകുമ്പോൾ ഓപ്പൺ കോമ്പറ്റീഷനെ സംബന്ധിച്ചിടത്തോളം ഈ മെയിൻ ലിസ്റ്റിലുള്ള എല്ലാ ജനറൽ കാറ്റഗറി മാത്രമല്ല ഓപ്പൺ കോമ്പറ്റീഷൻ ഉള്ളത് എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നതിന് കാര്യം. ഇപ്പോൾ ഈഴവയാണെങ്കിലും SC/ST ആണെങ്കിലും OBC ആണെങ്കിലും ജനറൽ എല്ലാം തന്നെ ഈ ഓപ്പൺ കോമ്പറ്റീഷനിൽ ഉൾപ്പെടും. അതേസമയം അതിനുശേഷം വരുന്ന ഒന്നാമത്തെ ഓപ്പൺ കോമ്പറ്റീഷൻ ആണ്. രണ്ടാമത് വരുന്നത് റിസർവേഷനിലുള്ള ഉദ്യോഗാർത്ഥികളുടെ അഡ്വൈസ് കൊടുക്കുമ്പോൾ ഏത് കമ്മ്യൂണിറ്റിയിൽ പെടുന്നോ ആ കമ്മ്യൂണിറ്റിയിൽ പെടുന്ന ഉദ്യോഗാർത്ഥിക്ക് മാത്രമേ അതിൽ നിന്ന് അഡ്വൈസ് പോവുകയുള്ളൂ. ഇനി അഥവാ ആ കമ്മ്യൂണിറ്റിയിൽ പെട്ട ഉദ്യോഗാർത്ഥി ഇല്ല എങ്കിൽ എന്ത് ചെയ്യും? സപ്ലിമെന്ററി ലിസ്റ്റിൽ നിന്ന് ആ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ഉദ്യോഗാർത്ഥികളെ ഇതിലേക്ക് ഈ അഡ്വൈസിന് വേണ്ടിയിട്ട് തെരഞ്ഞെടുക്കുന്നതാണ്. അങ്ങനെയാണ് സപ്ലിമെന്ററി ലിസ്റ്റ് ഓപ്പൺ ആകുന്നത്. അപ്പോൾ സപ്ലിമെന്ററി ലിസ്റ്റ് എടുത്താൽ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ഓരോ കാറ്റഗറി, ഓരോ കമ്മ്യൂണിറ്റി തിരിച്ച്, അതായത് ഈഴവ, നാടാറ്, അതുപോലെ തന്നെ SC/SC, ST, വിശ്വകർമ്മ, ഇങ്ങനെ ഓരോന്നും കമ്മ്യൂണിറ്റി തിരിച്ച് തന്നെ സപ്ലിമെന്ററി ലിസ്റ്റിൽ നിന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതിന്റെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഓപ്പൺ കോമ്പറ്റീഷന് എല്ലാ കാറ്റഗറിയിലുള്ള ഉദ്യോഗാർത്ഥികൾക്കും അതിൻ്റെ അകത്ത് വരും. എന്നാൽ റിസർവേഷനിൽ വരുമ്പോൾ ഏത് കമ്മ്യൂണിറ്റി പെടുന്നതാണോ ആ കമ്മ്യൂണിറ്റിയിലുള്ള ഉദ്യോഗാർത്ഥികൾക്ക് മാത്രമേ ആ സ്ഥാനത്ത് അഡ്വൈസ് പോവുകയുള്ളൂ. അല്ലാതെ ഇപ്പോൾ ഈഴവ കമ്മ്യൂണിറ്റിയിലുള്ള ഉദ്യോഗാർത്ഥിയാണെങ്കിൽ ആ സ്ഥാനത്ത് SC/STക്ക് ഒരു കാരണവശാലും നിയമനങ്ങൾ പോകുകയില്ല എന്നുള്ള കാര്യം എല്ലാ ഉദ്യോഗാർത്ഥികളും പ്രത്യേകം മനസ്സിലാക്കണം. അതുപോലെ തന്നെ
ഇനി അഥവാ ആ സ്ഥാനത്ത് ഇപ്പോൾ റിസർവേഷൻ പ്രകാരം ഓപ്പൺ കോമ്പറ്റീഷൻ കഴിഞ്ഞ് SC കാറ്റഗറിയിലുള്ള ഉദ്യോഗാർത്ഥികളെ വരുന്നതെങ്കിൽ അത് മെയിൻ ലിസ്റ്റിൽ ഇല്ല എങ്കിൽ അന്നേരം തന്നെ സപ്ലിമെന്ററി ലിസ്റ്റിൽ നിന്ന് ഉദ്യോഗാർത്ഥികളെ ആ സ്ഥാനത്തേക്ക് വരികയും അഡ്വൈസറി ലഭിക്കുകയും ചെയ്യും. അങ്ങനെയാണ് സപ്ലിമെന്ററി ലിസ്റ്റിൽ നിന്നുള്ള നിയമനങ്ങൾ പോകുന്നത്. അപ്പോൾ എല്ലാ ഉദ്യോഗാർത്ഥികളും ഈ റൊട്ടേഷനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അതായത് സപ്ലിമെന്ററി ലിസ്റ്റ് എന്താണ്, സപ്ലിമെന്ററി ലിസ്റ്റിൽ നിന്ന് എങ്ങനെയാണ് ഓപ്പൺ ആവുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും കൃത്യമായിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി റൊട്ടേഷൻ കാര്യങ്ങളെ സംബന്ധിച്ച് ഞാൻ വിശദമായിട്ട് തൊട്ടടുത്ത ദിവസങ്ങളിൽ, അതുപോലെ തന്നെ എന്താണ് നിങ്ങൾക്ക് അറിയേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് എന്താണ് വേക്കൻസി എങ്ങനെയാണ് ഉണ്ടാവുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് എല്ലാം തന്നെ പല ഉദ്യോഗാർത്ഥികളും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് എല്ലാം തന്നെ ഞാൻ തൊട്ടടുത്ത ദിവസങ്ങളിൽ ഞാൻ ഒരു ക്ലാസ് നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരാം. അപ്പോൾ ഈ സപ്ലിമെന്ററി ലിസ്റ്റ് എന്താണ്, സപ്ലിമെന്ററി ലിസ്റ്റ് എങ്ങനെയാണ് ഓപ്പൺ ആവുന്നതൊക്കെ ഉള്ള കാര്യങ്ങൾ ഇന്നത്തെ ക്ലാസ്സിൽ നിന്ന് നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി എന്ന് പറഞ്ഞു നിർത്തുന്നു. നന്ദി, നമസ്കാരം.